നമസ്കാരം. ഇന്ന് ഇപ്പോൾ ആരംഭിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി രാജ്യസഭയിലും ബിൽ പാസ്സായേക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തലക്കെട്ടുകളിലേക്ക് പോകാം. വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ വാഗ്വാദം. സഭയിൽ കറുത്ത ഷർട്ടിട്ട് CPM MP മാർ. ചർച്ചയായി പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭയിലെ സാന്നിധ്യം. ആശാസമരത്തിൽ ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ച തുടങ്ങി. INTUC CITU പ്രതിനിധികളും ചർച്ചയിൽ. ആവശ്യങ്ങളിൽ ഉറച്ച സമരസമിതി. പിണറായി സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ രാജ്യം അറിയുന്നില്ലെന്ന് പാർട്ടി കോൺഗ്രസിൽ വിമർശനം. കേന്ദ്ര കമ്മിറ്റി പരാജയം. 75 വയസ്സു പരിധിക്കെതിരെ സംസ്ഥാന ഘടകങ്ങളുടെ നീക്കം. പ്രായപരിധി നിബന്ധന ഒഴിവാക്കണമെന്ന് ചർച്ചയിൽ പൊതുവികാരം. സ്ത്രീ പങ്കാളിത്തം കൂട്ടാത്തതിനെതിരെ പ്രതിനിധികൾ. മാസപ്പടി കേസിൽ തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ല. CMRL ആവശ്യം തള്ളി ഡൽഹി ഹൈക്കോടതി. കേസിൽ വീണ്ടും വാദം കേൾക്കും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യമുനയിലേക്ക് താരങ്ങൾ. ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യും. തസ്ലിമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന്. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണം പ്രണയച്ചതിയിൽ മനം നൊന്തെന്ന് സൂചന. ലൈംഗികമായി മേഘ ദുരുപയോഗം ചെയ്യപ്പെട്ടതിനും തെളിവുകൾ. സുഗാന്തിന് ഒരേ സമയം ഉണ്ടായിരുന്നത് 3 പ്രണയങ്ങൾ. മുൻകൂർ ജാമ്യം തേടി സുഗാന്ത് ഹൈക്കോടതിയിൽ. കൊച്ചി കായലിൽ മാലിന്യം എറിഞ്ഞതിന് MG ശ്രീകുമാറിന് 25,000 രൂപ പിഴ. നടപടിയെടുത്തത് മുളവുകാട് പഞ്ചായത്ത്. ദൃശ്യം പകർത്തിയത് വിനോദസഞ്ചാരി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. രാജ്യസഭയിൽ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും നേർക്കുനേർ. ഇരുവരും മലയാളത്തിൽ വാക്പോരും നടത്തി. There was a political party in its 2014 election manifesto. It said, "We are pledged to prevention of encroachment of Waqf properties. And we will empower Waqf boards." Who said it? Kiran Rijiju, your party said it, your election manifesto in 2014. All the amendments on Waqf Act, they had supported it. All of a sudden, they have done a somersault. Sir, I will tell you, how does this bill affects the basic tenets of Indian Constitution, where it is secularism, where it is democracy, where it is equality. Any of this tenet, if you take it, there is a cardinal violation that is happening. That's why we are staunchly opposing this piece of legislation, sir. Sir, they have already discriminated amongst people, segregated people from people. You know this bill, what they are intending. They are segregating gods from gods. Sir, ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 700 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ കത്തിച്ചു. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമെന്ന് പറയുന്നുണ്ടല്ലോ. സാർ, സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സർ? പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത്? സർ, ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സർ,
30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകിരിക്കുന്നതാണ് സർ. സർ, കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട സർ. ഒരു കാര്യം ഞാൻ പറയാം, മുൻപത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. No. Sir, through you. Prevention of encroachment of Waqf properties. And we will empower Waqf boards. Who said it? Kiran Rijiju, your party said it, your election manifesto in 2014. No. Sir, through you. Sir, through you. No. Through No, you, not sir. allowed. Kripya Patil, please sit down. Mr. I am going to Prakash. allow. Who are you? Mr. Please sit down. Prakash. Please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now, he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts, T.P. Chandrasekharan? Left, right, left. Left, right, left. Please sit down. Please. Not. Through I you, will not sir. allow you. Please sit down. Listening. Through you, sir. Please speak. 2 films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? What is wrong? What is wrong with the language? दूंगा बाद में. Do I will. Sir, Let him sir, complete. they should have the guts to let these 2 films be screened again. Permitted to be screened. Then they can start yelling for Empuran. And one more matter of fact, which is the only truth, which I have to be letting the Indian nationals, I have to be letting it known to the Indian citizens. There was no censor pressure on the producers of Empuran. I was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Stop. This is the truth. Please. This is the truth. Sir, I need your protection. Okay. I need your समाप्त protection. करें. Undisturbed. This is the truth. I'm ready to take any punishment if this falls out to be a false on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. Son. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. बुद्धन. See, all
all what was it. Again, coming back to Munambam, which directly relates in the form of matter. I will not yield. Munambam. You don't please, but don't. I will give you. Please sit down. First sit down. First sit down. Through you, please sir. Sit down. I will give it. Through you, sir, I will tell Mr. Britas, with due respect, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. എവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷൻ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല. ലോക്സഭയിലേതിന് സമാനമായ ചൂടേറിയ വാദങ്ങൾ ഭരണ പ്രതിപക്ഷ MP-മാർ ഇപ്പോൾ രാജ്യസഭയിലും നടത്തുകയാണ്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുകയാണ്. മിഥുൻ, ഇന്നത്തെ ഒരു പ്രത്യേകത, മലയാളത്തിലാണ് ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അവരെ പാർട്ടികളുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുന്നു. മുനമ്പം അപ്പോഴും സജീവമായി ചർച്ചയാക്കുകയാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട്. മിഥുൻ, രഞ്ജിത്ത്, നാടകീയമായ രംഗങ്ങളാണ് രാജ്യസഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബിൽ അവതരണ വേളയിലാണ് വിവാദ വിഷയങ്ങൾ കൂടി രാജ്യസഭയിലേക്ക് ഉന്നയിക്കപ്പെടുന്നത്. എമ്പുരാൻ ചിത്രവും ഒപ്പം തന്നെ അടക്കമുള്ള വിഷയങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ജബൽപൂരിലെ സംഘർഷമടക്കം ഈ ഒരു ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം മതവിഭജനത്തിനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. ഒപ്പം തന്നെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആളുകൾ ജബൽപൂരിലെ സംഘർഷങ്ങൾ നോക്കണം. ഒപ്പം തന്നെ മണിപ്പൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 700 ആക്രമണങ്ങളാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ മാത്രം ഉണ്ടായത്. അവരിപ്പോൾ മുതൽക്കണ്ണീർ ഒഴുക്കിയാണ്. കൂടാതെ തന്നെ എമ്പുരാൻ വിഷയം ഉയർത്തിക്കാണിച്ചതും ജോൺ ബ്രിട്ടാസ് തന്നെയായിരുന്നു. അതായത് എമ്പുരാനിലെ മുന്നേ എന്ന കഥാപാത്രത്തെ BJP-ക്കാരിൽ കാണാം. അത്തരത്തിൽ ഉള്ള ആളുകളെ ജനങ്ങൾ തിരിച്ചറിയുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്യും ജനങ്ങൾ എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയും ചെയ്തു. തുടർന്ന് സുരേഷ് ഗോപി ഇതിനെതിരെ രംഗത്ത് വരികയും സുരേഷ് ഗോപി എണീച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന ആ വേളയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയിലുണ്ടായി. പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വെക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ആദ്യം ഇംഗ്ലീഷിൽ സംസാരിക്കുകയും പിന്നീട് മലയാളത്തിൽ മറുപടി നൽകുകയും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, ഈ സിനിമയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് ഒരു തരത്തിലും ഈ നിർമ്മാതാക്കളോടോ അല്ലെങ്കിൽ സംവിധായകനോടോ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. സംവിധായകന്റെയും പ്രൊഡ്യൂസറുടെയും തീരുമാനപ്രകാരമാണ് അതിൽ 24 കട്ട് ഏർപ്പെടുത്തി വീണ്ടും അത് പ്രദർശിപ്പിക്കാനായി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ നന്ദിക്കാർഡിൽ തന്റെ പേര് ഒഴിവാക്കണമെന്ന് താൻ തന്നെ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമാണ് പ്രൊഡ്യൂസറും സംവിധായകനുമായി തയ്യാറാകുകയും അത് ഒഴിവാക്കപ്പെടുകയും ചെയ്ത്. കൂടാതെ 800-ലേറെ പേരെ കേരളത്തിൽ തന്നെ കൊന്ന പാർട്ടിയാണ് CPM. അത്തരത്തിലുള്ള പാർട്ടിയാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾ തന്നെയാണ് രാജ്യസഭയിൽ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ തുടരുകയും ചെയ്തത്. സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിലാണ് രാജ്യസഭയിൽ വാക്പോരുണ്ടായത്. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 700 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ ഇവരെ കത്തിച്ചു. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമ്പം എന്ന് പറയുന്നുണ്ടല്ലോ സാർ. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സാർ?
പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത് സർ? ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സർ, 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകിരിക്കുന്നതാണ് സർ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സർ? എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട സർ. ഒരു കാര്യം ഞാൻ പറയാം, മുൻപത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. 5 ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ. ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട. മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരു ആരാധനയും മറക്കേണ്ടി വരില്ല. ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല. ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അവിടെ ഉണ്ട്, അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കി. ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ മുനമ്പം എന്ന് പറയുന്നു. എത്രയോ 10,000-കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് 50,000-ലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത്. എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു. നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല. എത്രയോ പള്ളികൾ തകർത്തു. നിങ്ങൾ എമ്പുരാനിലെ മുന്നയാണ്. ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കുണ്ട്. അതുകൊണ്ട് സാർ, ഞാൻ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുകയാണ്. I will tell Mr. Britas with due respect, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ, പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്. സുരേഷ് ഗോപിയുടെ മറുപടി, ജോൺ ബ്രിട്ടാസിന്റെ വാദം, രൂക്ഷമായ വാഗ്വാദം സഭയിൽ നടന്നു. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. വഖഫ് ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നു. ചർച്ചയുടെ ഒരു ഘട്ടത്തിലും സഭയിൽ ഉണ്ടാകാതിരുന്ന പ്രിയങ്ക വോട്ടെടുപ്പിലും പങ്കെടുത്തില്ല. നിലവിൽ വിദേശത്താണ് പ്രിയങ്കയുള്ളത്. എന്നാൽ പാർട്ടിയെയും ലോക്സഭാ സ്പീക്കറെയും അറിയിച്ചാണ് പ്രിയങ്കയുടെ യാത്ര എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. 8 മണിക്കൂർ നിശ്ചയിച്ച വഖഫ് ചർച്ചയിൽ കോൺഗ്രസിന് അനുവദിച്ചത് 1 മണിക്കൂറും 40 മിനിറ്റുമായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:06 ആരംഭിച്ച ചർച്ചയും വോട്ടെടുപ്പും 14 മണിക്കൂർ നീണ്ടെങ്കിലും ഒരിക്കൽ പോലും വയനാട് MP സഭയിലെത്തിയില്ല. അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരിക്കണമെന്ന കോൺഗ്രസിന്റെ വിപ്പ് നിലനിൽക്കെയാണ് പ്രിയങ്കയുടെ നടപടി. സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുത്തില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങൾ സംസാരിക്കട്ടെ എന്നായിരുന്നു പാർട്ടി നിലപാടെന്നും അതുകൊണ്ടാണ് രാഹുൽ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രിയങ്ക വിട്ടുനിന്നത് ഇതിനോടകം ചർച്ചയായി.
പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിലെത്തിയ അംഗങ്ങൾ ഡൽഹിയിൽ മടങ്ങിയെത്തി ചർച്ചയിൽ പങ്കെടുത്തതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം 3 വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് വിവാദമായ NIA നിയമ ഭേദഗതിയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നത് സമാനമായ രീതിയിൽ വിവാദമായിരുന്നു. ന്യൂനപക്ഷ അംഗങ്ങളെ വേട്ടയാടാൻ ബിൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആക്ഷേപം നിലനിൽക്കെ CPM അംഗം AM ആരിഫ് മാത്രമാണ് അന്ന് ബില്ലിനെ എതിർത്ത് കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്തത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ആശാ വർക്കർമാരുടെ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുകയാണ്. സമരം ചെയ്യുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ INTUC, AITUC പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ച നടക്കുന്ന സ്ഥലത്ത് ഡാൻ കുര്യൻ ഉണ്ട്, VV വിനോദ് സമരപ്പന്തലിലുമുണ്ട്. ഇന്ന് ഈ സമരം തീരുമോ എന്ന കാര്യത്തിലാണ് നമ്മൾ കാത്തിരുന്ന് കാണാനുള്ളത്. കാരണം കഴിഞ്ഞ 50-56 ദിവസമായി സമരം നടത്തുന്ന ആശമാരാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഉറപ്പുകൾ നൽകുകയും സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വിനോദ്, ഈ എന്താണ് ഈ സമരവേദിയിലാണ് വിനോദ് ഉള്ളത്. ചർച്ച നടക്കുന്ന സെക്രട്ടേറിയറ്റിലാണ്. അവർ ഡാൻ അല്പസമയത്തിനകം ചേരും. എന്താണ് ആശമാരുടെ ഒരു പ്രതീക്ഷ വിനോദ്? ഇപ്പോഴും ഇവിടെ ഈ സമരം തുടരുകയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ കാത്തിരിക്കുന്നത്. സമരം അവസാനിക്കുമെന്ന ഒരു പ്രതീക്ഷ, അതിൽ തന്നെയാണ് സമരക്കാർ ഇപ്പോഴും. ഏതാണ്ട് 53 ദിവസം 15 ദിവസം നിരാഹാര സമരമാകുന്നു. 53 ദിവസത്തെ സമരം 2 മാസത്തോട് അടുക്കുകയാണ്. ആശമാരുടെ സമരം നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. അവർ തലമുണ്ടനം ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധം, ഉപവാസ സമരം, അതോടൊപ്പം തന്നെയാണ് ഈ നിരാഹാര സമരം. അനിശ്ചിതകാല നിരാഹാര സമരമാണ്. ആരോഗ്യസ്ഥിതി മോശമാകുന്നവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന നിലയുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ആശമാർ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് തെല്ലും പിറകോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ദിവസം 700 രൂപ വേതനം എന്ന ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, പ്രതീക്ഷയുണ്ടോ ഇന്നത്തെ ചർച്ചയിൽ? പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പ്രതീക്ഷിച്ചില്ല, അത് അതേ കണക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും സമരം മുന്നോട്ട് വയ്ക്കുകയുള്ളൂ. 2 മാസമാകാൻ പോകുന്നു. പ്രതികൂല കാലാവസ്ഥ പല സമയത്തുണ്ടായിട്ടുണ്ട്. തലമുണ്ടനം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി. ഇത് തീരുക എന്നതാണ്. എന്തൊക്കെയാണ് ഈ ഡിമാൻഡിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഉള്ളതായിട്ടാണ്. പൂർണ്ണമായിട്ട് ഇന്ന് സമരം തീരുമെന്നാണ് നമുക്ക് ഇന്നൊരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ചർച്ചയിൽ. ഇത് 3ാമത്തെ സ്റ്റെപ്പാണ് ഈ ചർച്ച ഇന്ന് നടത്തുന്നത്. ഇതിപ്പോ 3ാമത്തെ ചർച്ചയിൽ നമുക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ട്. അത് ന്യായമായ ഒരു ആവശ്യം എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആവശ്യപ്പെടുന്നതെന്നാണ്. അതെ, പ്രകടന പത്രികയിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 700 രൂപ കൂലിയാക്കുക, അതോടൊപ്പം തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ അല്ലേ? അതെ, വിരമിക്കൽ ആനുകൂല്യം വേണം. എന്ന് വെച്ചാൽ ഇത് റിട്ടയർമെന്റ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ? അവര് മനുഷ്യരല്ലേ? അവരെ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുമോ വേറെ വല്ല ജോലിക്കും? അപ്പൊ റിട്ടയർമെന്റ് 5 ലക്ഷം രൂപയും അതിനോടൊപ്പം പെൻഷനും കൊടുക്കണം. അത് നിർബന്ധമാണ് ഞങ്ങൾക്ക്. ഇതിൽ ഏതെങ്കിലും ഒരു സർക്കാരിനോടുള്ള ശത്രുതാ മനോഭാവമൊന്നുമില്ല. കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ അതൊന്നുമില്ല. ആവശ്യം നടക്കുക എന്നതാണ്. നമുക്ക് നമ്മളെ കാര്യം വിജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സർക്കാരിനോട് ഒരു പ്രതിരോധമില്ല. സമരപ്പന്തലിലാണ് ഡാന്. അവിടെ ചർച്ച പുരോഗമിക്കുകയാണ്. എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആശാവഹമായ എന്തെങ്കിലും പുരോഗതി നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ടോ? അങ്ങനെ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടം ചർച്ച പൂർത്തിയായിട്ടുണ്ട്. 2ാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അകത്ത് ഏതാണ്ട് 2.5 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ ചർച്ച ആരംഭിച്ചിട്ട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികൾക്ക് പുറമെ INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖർ, അതോടൊപ്പം CITU നേതാക്കൾ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CITU നേതാക്കൾ, അവരെല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും
മൂന്ന് സംഘടനകളും, അതായത് ഈ ആശാ വർക്കർമാർ സമരം നടത്തുന്ന ആശാ വർക്കർമാർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അതിലൊന്ന് ഈ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം വിരമിക്കൽ പ്രായം 62 നിന്ന് 65 ആക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഇതാണ് മൂന്ന് ആവശ്യങ്ങൾ. ഈ മൂന്ന് ആവശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകണമെന്ന കാര്യമാണ് സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ സർക്കാരിന് കഴിയും എന്ന് പറയൂ, സർക്കാർ ഒരു തുക ഇങ്ങോട്ട് പറയൂ എന്നാണ് ഈ സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്ന, ഈ ചർച്ചയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 53 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അനിശ്ചിതകാല സമരം. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘടനകളും പ്രതിപക്ഷ കക്ഷികളുമൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യം, മഴയും വെയിലുമൊക്കെ കൊണ്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ ഇങ്ങനെ, ഈ ആശാ വർക്കർമാരുടെ സമരം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അതിന്നൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്തയോടെ തന്നെയാണ് ആരോഗ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻസെൻറ്റീവായി കൂടുതൽ ആനുകൂല്യങ്ങൾ ആശമാർക്ക് നൽകുന്ന കാര്യത്തെക്കുറിച്ചടക്കം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില വിവരങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ 53 ദിവസത്തിനിപ്പുറം ആശാ വർക്കർമാർ അനിശ്ചിതകാലമായി നടത്തിവരുന്ന സമരം ഇന്ന് അവസാനിക്കും. അതിൽ എന്ത് ഒത്തുതീർപ്പ് ഫോർമുലയായിരിക്കും, സർക്കാർ മുമ്പോട്ട് വെക്കുന്ന ഏത് ഒത്തുതീർപ്പ് ഫോർമുലയായിരിക്കും അവിടെ പൊതുവായി അംഗീകരിക്കപ്പെടുക എന്നതിൽ മാത്രമാണ് ഇനിയൊരു സംശയം ബാക്കിയാകുന്നത്. എന്തായാലും മുൻവിധികളൊന്നുമില്ലാതെയാണ് ഈ ചർച്ചയ്ക്ക് പോകുന്നത് എന്നാണ് സമരസമിതി നേതാക്കൾ അതിനു മുൻപ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. എന്തായാലും 2.5 മണിക്കൂർ പിന്നിടുന്നു ചർച്ച ആരംഭിച്ചിട്ട്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. വിനോദമാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതാണ്ട് ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുകയാണ്. ആശാവഹമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമരം തീരുമോ എന്ന കാര്യത്തിൽ അല്പം കൂടി കഴിയുമ്പോൾ വ്യക്തത വരും. CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ. കേന്ദ്ര കമ്മിറ്റി പരാജയമെന്ന് CPM പൊതുചർച്ചയിൽ വിമർശനം. 2 പിണറായി സർക്കാരുകളുടെയും വികസന നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തിയിട്ടില്ല. നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് കഴിയുന്നില്ല. പിണറായി സർക്കാരിന് നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയുന്നെന്നും എന്നാൽ അത് പുറത്തറിയുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. VV അരുൺ ചേരുകയാണ്. അരുണ്, പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം മറ്റ് വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത്? രജിത്, പൊതു ചർച്ചയിലാണ്, രാഷ്ട്രീയ പ്രമേയത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് വേണ്ടിയുള്ള പൊതു ചർച്ചയിലാണ് കേന്ദ്ര കമ്മിറ്റിക്കെതിരെ, നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചത്. കേരളത്തിലുള്ള സർക്കാരാണ് ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതിന് വലിയ ഭരണനേട്ടങ്ങളുണ്ടെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി അത് ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ എത്തിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല. അക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം പരാജയമെന്നാണ് വിമർശനം ഉയർന്നത്. അതിന് നേതാക്കൾ മറുപടി പറയും. കേരളത്തിലെന്നാൽ പൊതുചർച്ചയിൽ കേരളത്തിൽ പ്രശംസയുമുണ്ട്. ജാർഖണ്ഡിലെ പ്രതിനിധികളാണ് കേരളത്തെ പ്രശംസിച്ച. CPM-ന് തുടർച്ചയായ തുടർഭരണം കിട്ടിയെങ്കിൽ അത് കേരള പാർട്ടിയുടെ വിജയമാണെന്ന് ജാർഖണ്ഡ് പ്രതിനിധികൾ തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. സർക്കാർ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യമാണ് ഉയർന്നത്. സ്ത്രീ പങ്കാളിത്തം പാർട്ടി ഉറപ്പാക്കാൻ സാധിക്കാത്തതിലും വിമർശനം ഉയരുന്നുണ്ട്. ശരി, VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. RK എന്നറിയപ്പെടുന്ന തമിഴ് നടൻ രാധാകൃഷ്ണൻ ചിദംബരത്തെ ആദരിച്ച് ആഷെ ദാറുസ്സലാം സുൽത്താൻ ടാൻശ്രീ ബഹുമതി നൽകുന്നതിന്റെ ഭാഗമായി 400 വർഷം പഴക്കമുള്ള 2 വാളുകൾ RKയ്ക്ക് സമ്മാനമായി നൽകി. RK നേതൃത്വം നൽകുന്ന കമ്പനി പുറത്തിറക്കുന്ന VIP ഹെയർ കളർ ഷാംപൂ മികച്ച വിജയമാണ് നേടിയിട്ടുള്ളത്. കൂർക്കമ്പലി പോലുള്ള സാധാരണക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനും സ്ഥാപനം വിജയിച്ചിട്ടുണ്ട്. 4 വർഷം മുമ്പ് മലേഷ്യൻ സർക്കാരും RKയെ ആദരിച്ചിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8560, പവന് 68,480. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7060, പവന്
56,450. വെള്ളി ഗ്രാമിന് 110, കിലോയ്ക്ക് 1,10,10,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. ഇന്ന് ഇപ്പോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവും ആലപ്പുഴയിൽ വൻ ലഹരി വേട്ട. 2 കോടിയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ യുവതി പിടിയിൽ. വിപണിയിൽ 2 കോടി രൂപയിലേറെ വിലമതിക്കുന്ന ഖുഷ് എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവാണ് ഓമനപ്പുഴയിൽ നിന്നും ആലപ്പുഴ എക്സൈസ് കോഡ് പിടികൂടിയിട്ടുള്ളത്. എറണാകുളത്ത് സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്ക് നൽകാനാണ് ഉപയോഗിക്കുന്നത്. എക്സൈസ് സംഘം അർദ്ധരാത്രിയിൽ ഇവരെ പിടികൂടുമ്പോൾ സാക്ഷിയായി ന്യൂസ് 18 മാത്രം. പിന്നീട് പുറത്തു വന്നത് സെക്സ് റാക്കറ്റും സിനിമാ മേഖലയുമായുള്ള ബന്ധവും. സിനിമാ രംഗത്തെ പ്രമുഖരുമായുള്ള ചാറ്റുകളടക്കം ഇപ്പോൾ എക്സൈസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോൺ ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവർക്ക് കഞ്ചാവ് നൽകിയതായി ഇവർ എക്സൈസിന് മൊഴി നൽകി. ഈ റിപ്പോർട്ട് ഒരു തുടക്കം മാത്രം. ന്യൂസ് 18 കേരളം, വാർത്തയിൽ എന്നും മുന്നിൽ.